നിങ്ങളുടെ കയ്യിൽ കോളിഫ്ലവർ ചെടി ഉണ്ടോ? ഒരു ചെറിയ അശ്രദ്ധ മതി നമ്മുടെ കോളിഫ്ലവർ ചെടിയിൽ വേഗം പുഴുക്കൾ ഉണ്ടാകും. എൻ്റെ 4ഓളം കോളിഫ്ലവർ ചെടിയിൽ ഇതുപോലെ വന്നു. എങ്ങനെ ഇത് നമുക്ക് പുഴുക്കളെ നശിപ്പിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിനായി നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഗാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇതാണ് എൻ്റെ കോളിഫ്ലവർ ചെടി. ഇത് ചെറുതായി വളർന്നു വരുന്നതേയുള്ളൂ. അപ്പോഴേക്കും ഇതിൽ പുഴുക്കൾ വന്നു. ഇലകളുടെ അടിയിലാണ് സാധാരണ പുഴുക്കൾ ഒളിച്ചിരിക്കാറ്. ആദ്യമായി നല്ല മൂർച്ചയുള്ള ഒരു കത്തി ഉപയോഗിച്ച് ഈ കേടായ ഭാഗം നമുക്ക് എടുത്തു കളയാം. അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന മറ്റൊരു ചെടിയാണ്. ഇതിലും അവിടെയോടെയായി കോളിഫ്ലവറിൽ പുഴുക്കൾ വന്നു. ഇത് നമ്മൾ കേടായ ഭാഗം എടുത്തു കളഞ്ഞ ഒരു കോളിഫ്ലവർ ചെടിയാണ്. നമ്മുടെ കയ്യിലുള്ള 4ഓളം കോളിഫ്ലവർ ചെടിയിൽ ഇതുപോലെ കേടുവന്നു. കേടായ ചെടി മുറിച്ചു മാറ്റിയ ശേഷം ആ ഭാഗത്ത് മഞ്ഞൾപ്പൊടി പുരട്ടി കൊടുക്കാൻ മറക്കരുത്. മഞ്ഞൾപ്പൊടി ഇതുപോലെ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് പടരാതിരിക്കാൻ അത് സഹായിക്കും. കോളിഫ്ലവറിൻ്റെ അടിഭാഗത്തൊക്കെ നിൽക്കുന്ന മഞ്ഞ ഇലകളൊക്കെ നമ്മൾ ഇവിടെ എടുത്ത് നശിപ്പിച്ച് കളയുന്നു. പുഴുക്കൾ ഇലകളുടെ അടിയിലാണ് മുട്ടയിടാൻ സാധ്യത ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിൽക്കുന്ന മഞ്ഞ ഇലകളും നമുക്ക് മറ്റൊരു സ്ഥലത്ത് എടുത്ത് മാറ്റാം. ഈ നിൽക്കുന്ന കോളിഫ്ലവറിലും ചെറുതായി പുഴുക്കൾ വരുന്നുണ്ട്, കണ്ടില്ലേ? ഇതിൽ ചെറുതായിട്ട് വരുന്നുണ്ട്. അതും നമ്മൾ ഇതുപോലെ കേടായ ഭാഗം റിമൂവ് ചെയ്യുന്നു. നമ്മൾ ഇവിടെ നിൽക്കുന്ന പല കോളിഫ്ലവറും പല ടൈമിലാണ് നട്ടത്. ഇതിൽ പൂക്കൾ വരാൻ തുടങ്ങുന്നതേയുള്ളൂ. മറ്റൊന്നിൽ കുറച്ച് വലിപ്പം വെച്ചു. ഇങ്ങനെ പല ടൈപ്പ് കോളിഫ്ലവറാണ് ഇവിടെ നിൽക്കുന്നത്. ഇതുപോലെ നട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പല ടൈമിലും എല്ലാ ടൈമിലും നമുക്ക് ഇതുപോലെ കോളിഫ്ലവർ വിളവെടുക്കാൻ കഴിയും. ചെറുതായി കോളിഫ്ലവർ വന്നു തുടങ്ങുമ്പോഴേ നമ്മൾ ഇലകളെല്ലാം ചുറ്റി കെട്ടിവെക്കുക. അതുപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ പുഴുക്കളുടെ ശല്യം മാറിക്കിട്ടും. ഈ കോളിഫ്ലവർ കുറച്ച് വലുതായിപ്പോയി. ഇത് ഞാൻ കെട്ടി നിർത്തിയിരുന്നതല്ല, പക്ഷേ ഇതിൽ പുഴുക്കൾ ശല്യമൊന്നും ഇല്ല. കോളിഫ്ലവർ ചെറുതായി പൂക്കൾ വരുമ്പോഴേ നമ്മൾ ഇതുപോലെ കെട്ടി നിർത്തുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ പുഴുക്കളുടെ ശല്യത്തിൽ നിന്നും ഈ പൂക്കളെ സംരക്ഷിക്കാൻ കഴിയും. ഞാൻ ടെറസിന് മുകളിലാണ് കോളിഫ്ലവർ ചെടി നട്ടിരിക്കുന്നത്. 3-4 ദിവസം എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് എൻ്റെ മകനായിരുന്നു ചെടിക്ക് വെള്ളമൊഴിച്ചത്. അതുകൊണ്ട് തന്നെ അവൻ ശ്രദ്ധിച്ചില്ല. ആ സമയത്താണ് ഇതിൽ പുഴുക്കൾ വന്നത്. പുഴുക്കളെ നശിപ്പിക്കാനുള്ള ഫെർട്ടിലൈസർ ഉണ്ടാക്കാം. അതിനായി ഇവിടെ നിൽക്കുന്ന കാന്താരിയിൽ നിന്ന് ഞാൻ 5 കാന്താരി മുളക് പറിച്ചെടുക്കുന്നു. അതിനായി ഞാൻ ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഒരു അരിപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇത് അരിച്ചെടുക്കാം. ഇതിൽ ഞാൻ ഒരു 4 തുള്ളിയോളം ഡിഷ് വാഷിൻ്റെ ലിക്വിഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എനിക്ക് 4 ചെടിയെ പുഴുക്കൾ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 1/2 ലിറ്റർ വെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. വെള്ളം പതയാത്ത രീതിയിൽ പതുക്കെ ഒഴിച്ചു കൊടുക്കുക. കാന്താരി മുളക് ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ കയ്യിലൊക്കെ ആവുകയാണെങ്കിൽ കൈയൊക്കെ നീറും. അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം നമ്മൾ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇവിടെ സ്പ്രെയറാണ് ഉപയോഗിച്ചാണ് ചെടിയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ചെടിയുടെ ഇലകൾ നന്നായി നനയത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ പൂവിൽ പുഴുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ പൂക്കളിൽ നന്നായി ഈ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നു. ഞാൻ എൻ്റെ ചെടികളിൽ മഞ്ഞൾപ്പൊടി തേയ്ക്കാൻ മറന്നുപോയി. അപ്പോൾ എൻ്റെ ചെടിക്ക് എന്താണ് പറ്റിയതെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇതുപോലെ പൂത്തു നിൽക്കുന്ന കോളിഫ്ലവറിൽ നിന്നുമാണ് ഞാൻ തൈകൾ എടുത്തത്. എങ്ങനെ ഇതുപോലെ തൈകൾ ഉണ്ടാക്കാമെന്നതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. കണ്ടില്ലേ തൈകൾ? ഈ ചാനൽ സബ് ചെയ്തിട്ടുണ്ടാവും. സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം ഒരു ലൈക്കും കൂടി. നിങ്ങൾ എങ്ങനെയാണ് തൈ ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ ചെടിയിൽ പുഴുക്കളുണ്ടോ? കമൻറ്റായി രേഖപ്പെടുത്തുക.
ഈ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ ഒന്നേ വെയിലാകുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ വെയിൽ മാറിയതിനു ശേഷമോ ഒഴിച്ചു കൊടുക്കുക. വെയിൽ മാറിയതിനു ശേഷം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ആഴ്ചയിൽ ഒരിക്കൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോൾ പൂക്കളിൽ വീഴാതെ ഇലകളിലോ അതിൻ്റെ ചുവട്ടിലോ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഇതിൽ കേടുവന്നത് കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ പൂക്കളിൽ ഞാൻ ഒഴിച്ചു കൊടുത്തത്. താങ്ക് യു.